ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റയിലും ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ഞാനിവിടെ വന്നേക്കെന്ന് വെച്ചാൽ മെയിനായിട്ടൊരു കാര്യം പറയാനാണ്. ഞാൻ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തുള്ള പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ ഇടുന്ന സമയത്തും ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്ന സമയത്തും ഒക്കെ എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വിമർശനം ഞാൻ രേണുസുധിയുടെ PR വർക്ക് ചെയ്യുന്നു എന്നാണ്. എനിക്ക് ആരുടെയും PR വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആരുടെയും PR വർക്ക് ചെയ്യുന്നതുമില്ല. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. എനിക്ക് തോന്നിക്കഴിഞ്ഞ് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ രേണുസുധിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ വോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാതിരിക്കുക. പക്ഷെ നമ്മൾ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മൾ ഒരാളെ ഇങ്ങനെ ഒന്ന് കുറ്റപ്പെടുത്തുകയാണ്, അത് പെണ്ണിനെ ആയിക്കോട്ടെ ആണിനെ ആയിക്കോട്ടെ, ഏതൊരാണും പെണ്ണും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കതിനുള്ള യോഗ്യത ഉണ്ടോയെന്നും കൂടി ചിന്തിക്കുക. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ PR വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? എന്നെ നിങ്ങൾ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. എനിക്ക് എൻ്റേതായ തീരുമാനമുണ്ട്, എനിക്ക് എൻ്റെ അവകാശമുണ്ട്. അങ്ങനെ എനിക്കുള്ളതുപോലെ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ തന്തയ്ക്കര വന്ന് വിളിച്ചു. കാരണം എന്താ? ഞാൻ രേണുസുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. സത്യത്തിൽ ബോധമുള്ളവരും ബുദ്ധിയുള്ളവരും വകതിരിവ്, വിവേചനം, വിവരം എന്നൊക്കെ പറയും. അതുള്ളവരെന്താ ചിന്തിക്കുക? ആ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ കാണാം, കേൾക്കാം, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ വേണ്ട, അത് വിട്ടേക്ക്. ആ വീഡിയോ കാണണ്ട, നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കോളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ആ വിഷയം. നമുക്കൊരാളെ ഇഷ്ടമല്ല, ആ ഇഷ്ടമല്ലാത്ത വ്യക്തി നമുക്കിപ്പോൾ ഒരാളുടെ ഇഷ്ടക്കേട് എങ്ങനെ കാണിക്കും? നമ്മൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയല്ലേ? നമ്മൾ ഒരു കാര്യത്തിൽ അവരെ മൈൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഇഷ്ടമില്ലാത്തവരെ ആ ഒരു രീതിയിലാണ് അവർ പരിഗണിക്കുന്നത്. ഇഷ്ടമില്ലാത്തവർ ഒന്നിനും പോകത്തില്ല, അവരങ്ങ് ഒഴിഞ്ഞു പോകത്തേ ഉള്ളൂ. പക്ഷേ ഇത് ഇവിടെ നേരെ തിരിച്ചാണ്. ഇഷ്ടമല്ല, നിങ്ങൾക്ക് രേണുസുധിയെ ഇഷ്ടമല്ല, നിങ്ങൾ രേണുസുധിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ രേണുസുധിക്ക് എതിരെ നെഗറ്റീവ് ഇടുന്ന വ്ളോഗേഴ്സിൻ്റെ ഒക്കെ കമൻറ്റിൽ പോയിട്ട് രേണുസുധിയെ കുറ്റം പറഞ്ഞെന്ന് വെച്ചാൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അതിന് ഉത്തമ ഉദാഹരണമാണ് അതുൽ വ്ളോഗ്സിൻ്റെ ഒക്കെ യൂട്യൂബ് കമൻറ്റ് ബോക്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള പുഴുക്കൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന്. പുഴു തന്നെയാണ് അവരൊക്കെ. പുഴു തന്നെയാണ്. പുഴു എന്ന് പറയാൻ പറ്റുമോ? പുഴുവിനുണ്ട് ഒരു ഇതൊക്കെ. എന്നാലും പറയാം, ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഇവരൊക്കെ. നാളെ തീവ്രവാദികളാകാം, വല്ലവരും കൊല്ലും, ഇതൊക്കെ നടക്കും. കാര്യം അതേപോലെ മെൻറ്റാലിറ്റിയാണ് അവർക്ക്. അതുൽ വ്ളോഗ്സ്, ദയാച്ചു, ഡാനി സത്യൻ, അങ്ങനെ കുറേ അധികം ആൾക്കാർ. രേണുസുധി നോക്ക്, രേണുസുധി കരയുന്നുണ്ടോ? രേണുസുധി ചിരിക്കുന്നുണ്ടോ? രേണുസുധി ലാലേട്ടൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇതൊക്കെ നോക്കിയിരിക്കുമോ? നിങ്ങൾ പറയുന്ന ഈ രേണുസുധി കടം വരുത്തി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരെ കടം വീട്ടാനുള്ള വഴികളിൽ ദൈവം അവർക്ക് മുന്നിൽ തുറന്നു കൊടുത്തേക്കുന്നത്. അവരത് ചെയ്യട്ടെ. രേണുസുധി ഇങ്ങനെ പണക്കാരെ പോലെ കാലുമേ കാലും കയറ്റി ഇങ്ങനെ വലിയൊരു 2 നില വീട്ടിലിങ്ങനെ ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് പറയാം. അവൾക്കിതെല്ലാം ഉണ്ടായിട്ടും അവളെ അവിടെ ഭർത്താവിനെ സഹായിച്ചിട്ടൊക്കെ അവളിങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം. പോട്ടെ, ഇത്രയും നിലവാരമില്ലാത്ത ഇത്രയും പരാതികൾ രേണുസുധിക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസ് അന്വേഷിക്കാതിരിക്കത്തില്ല. പോലീസിൻ്റെ പരാതി കിട്ടിയ സമയത്ത് അവരന്വേഷിക്കും. എന്തുകൊണ്ട് രേണുസുധി അറസ്റ്റ് ചെയ്തില്ല? നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇങ്ങനൊരു വിഷയം എല്ലാ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു. രേണുസുധി ബിഗ് ബോസിന് മുന്നേ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് രേണുസുധിയെക്കുറിച്ചൊരു പരാതി കിട്ടുന്ന സമയത്ത് ഒരുപാട് പേര് പരാതി കൊണ്ടുകൊടുത്തു. എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല? നിങ്ങളത് ചിന്തിക്കുക. പിന്നെ ഓരോരുത്തരിടുന്ന വോയിസൊക്കെ എല്ലാവരും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓരോരോ റിയാക്ഷൻ വീഡിയോയിൽ അവരിങ്ങനെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് സത്യമാണോ കള്ളമാണോ എന്നുപോലും ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് കമൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കിത് തീരെ താല്പര്യമില്ല. കാര്യം ഞാൻ രേണുസുധി എന്നൊരു വ്യക്തി മാത്രമല്ലല്ലോ അവിടെ കാണുന്നത്. ഒരു പെണ്ണ് ഹസ്ബൻഡ് മരിച്ച് അവർക്ക് അവരുടേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടിലും നിൽക്കുന്നൊരു വ്യക്തിയാണ്. സ്വന്തം ഭർത്താവ് മരിക്കുമ്പോൾ ഉള്ള വിഷമം അത് പുറത്ത് നിൽക്കുന്ന ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവർക്കത് അനുഭവിക്കാനും പറ്റത്തില്ല. അനുഭവിച്ചുകൊണ്ടിരിക്കുക ആരാണ്? സ്വന്തം ഭർത്താവായിരിക്കും ആ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ മരിച്ച ആളുടെ അച്ഛനമ്മ, ഇവരൊക്കെയുള്ളൂ വിഷമിക്കുന്നത്. കൂടുതലും ഭാര്യമാർക്ക് തന്നെയാണ് വിഷമം. കാര്യം അവരൊരു തണൽ, അവരൊരു സഹായം, ഒരു പ്രതീക്ഷയൊക്കെ അവിടെ നഷ്ടപ്പെടുവാണ്. അപ്പോൾ നമ്മളവിടെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനൊരു വ്യക്തി ഉയർന്നിങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തു. രേണുസുധിയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. അവർ പറയുന്ന ഞാൻ നോക്കിയിട്ട് ഈ ലോകത്ത് അവർ മാത്രമല്ല തെറ്റ് ചെയ്യുന്ന വ്യക്തിയും ഇങ്ങനെ കള്ളം പറയുന്ന വ്യക്തി അവർ മാത്രമല്ല. അവർ കള്ളം പറയുന്നതിലും എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർ കള്ളം പറയുവാണോ? എനിക്കറിയത്തില്ല.
ബാക്കിയുള്ളവരാണ് കള്ളമെന്ന് പറയുന്നത്. കള്ളം പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇപ്പോൾ അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കും കർമ്മ. അവരനുഭവിക്കും. അനുഭവിക്കാതെ എങ്ങും പോകത്തില്ല. നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും. പക്ഷെ ദൈവം അവരെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമില്ലയോ അവർ ഇത്രയും നാൾ ഇങ്ങനെ ഉയർത്തി പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? പിന്നെ ലാലേട്ടൻ സുധിയെ വഴക്ക് പറഞ്ഞാൽ അന്ന് ഫുള്ള് റിയാക്ഷൻകാർക്ക് ചാകരയാണ്. അതിൽ ബ്ലോഗ്സ് ഡാൻസ് കളിക്കും. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതിൽ ബ്ലോഗ്സ് ഡാൻസ് കളിക്കുകയാണ്. അവൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞതിന് വിഷമം, അവൻ്റെ അച്ഛനമ്മയും പറഞ്ഞ വിഷമം, അവനെ പറഞ്ഞ വിഷമം. പക്ഷേ സുധിയുടെ വീട്ടുകാർ എന്ത് വേണമെങ്കിലും പറയണോ സുധിയും പറയൊക്കെ. മരിച്ചവരെന്തുമാത്രം ആൾക്കാർ വന്നിരുന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ച ആരും അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യ ആരും ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമോ? കേട്ടോണ്ടിരിക്കത്തില്ല. നിങ്ങൾ റിയാക്ട് ചെയ്യും. അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ കൈ ജീവിക്കാൻ കൊടുക്കാൻ ഒരു നല്ലൊരു അമ്മയ്ക്കും പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയത്തില്ല. ഈ 100ൽ 50% ആൾക്കാരും സ്വന്തം മക്കളെ കൂടെ നിർത്തി ജീവിക്കുന്നവരാണ്. ബാക്കി 50% ആൾക്കാരാണ് വേറെ കാമിൻ്റെ കൂടെ പോകുന്നതും കാമികളുടെ പോകുന്നതും അനാഥാലയത്തിൽ കൊണ്ടിടുന്നതും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ് കൊല്ലുന്നതൊക്കെ. രേണുസുതി 2 മക്കളെയും കൊന്നിട്ടില്ല. രേണുസുതി ഭർത്താവിനെ കൊന്നിട്ടില്ല. അതുൽ ബ്ലോഗ്സിൻ്റെ ഒക്കെ വീഡിയോയിൽ തമ്പനയിൽ കാണും തലക്കെട്ട് ഹെഡിങ്, നമ്മൾ പ്രേക്ഷകർ പിടിച്ചിരുന്ന ഹെഡിങ്ങാണ്. രേണുസുതി ലാലേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു. അങ്ങനെയാണ് ഹെഡിങ് വരുന്നത്. എന്നിട്ടൊരു ഫ്ലൈറ്റിൻ്റെ ചിത്രം, ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ. എന്തിനാണോ എന്തോ അത് കാണുമ്പോൾ സത്യം ചിരിയാണ്. ഒരു പുച്ഛമാണ് തോന്നുന്നത്. നമുക്കൊരു വില കൊടുക്കാൻ പറ്റത്തില്ല. റിയാക്ഷൻ ചെയ്തോട്ടെ, അവരുടെ വിമർശനങ്ങൾ അവരെ കുറ്റമൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എന്തൊരു നീതി വേണം, എന്തെങ്കിലും ഒരു കാര്യം വേണം. ദയാച്ചു അത് തന്നെ. ദയാച്ചു എന്ന് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് ദയാച്ചു അല്ലാതെ വേറൊരു പെണ്ണില്ല നല്ലത്. അതുപോലെ സംസാരിക്കുന്നത്. ദയാച്ചുവിൻ്റെ കൈ ഇരിക്കുന്ന ഇരിപ്പ് വശമൊക്കെ വെറും മോശമാണ്. അവരുടെ ജോലിയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ജോലി ഓരോരുത്തർ ഇഷ്ടമാണ്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ ജോലി തിരഞ്ഞെടുക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ സംസാരം, നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന കണക്ക് പബ്ലിക്കിൽ കൊണ്ടുപോയി സംസാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എൻ്റെ തന്തയ്ക്ക് വിളിച്ച് ഞാനും തന്തയ്ക്ക് വിളിക്കും. കാര്യം തന്തയ്ക്ക് വിളിക്കേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ അങ്ങനെ വന്ന് വിളിച്ചവരുണ്ട്. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലൊക്കെ എന്നെ അങ്ങനെ വന്ന് വിളിച്ചവരൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, ഞാനും തിരിച്ച് അങ്ങോട്ട് വിളിക്കും. അത് നല്ലതാണെന്ന് ഒരിക്കലും പറയത്തില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ തന്തയ്ക്ക് വിളിക്കേണ്ട വിഷയങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇയാളെന്തിനും ഇങ്ങനെ വന്നിരുന്ന് പറയുന്നത്, ഇയാൾ PR വർക്ക് ഏറ്റെടുത്തോണ്ടില്ലയോ, ഇയാൾക്കും അങ്ങനെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് അത്ര നിലവാരമുള്ളൂ, ഇയാൾ ഓടി നടന്നങ്ങ് കമൻറ്റ് ചെയ്യുവാണല്ലോ, ഇയാൾ ഓടി നടന്ന് ഇതാക്കുവാണല്ലോ. ഞങ്ങളിതൊക്കെ അറിഞ്ഞിട്ടാ എന്തോ അറിഞ്ഞതെങ്ങനെ? അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോയിൽ ഡാനി, സത്യൻ, പിന്നെ ലൈഫ് ഓഫ് അനന്തിൻ ഇവരൊക്കെ വീഡിയോ കണ്ട് അതാണ് സത്യം, അതാണ് ലോകം, ഈ ലോകത്തുള്ള കാര്യമാണ് അവർ പറയുന്നത്, അത് കറക്റ്റാണെന്നുള്ള രീതിയിലാണ് ഇവർ പ്രതികരിക്കുക. അത് കുറേ പെണ്ണുങ്ങളുണ്ട് വീഡിയോ. അപ്പോൾ അവർ വിചാരിക്കും ഞാൻ അതുലിൻ്റെ ചാനലിൽ ഞാനും പോയി കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ ചിന്തിക്കുന്നത് ഞാൻ ഫേമസ് ആകാൻ വേണ്ടിയാണ്. എനിക്ക് ഫേമസ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറയുള്ളൂ, ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പറയാം. അത് കാണുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ പ്രതികരിക്കുക, വീഡിയോ ഇങ്ങനെ തന്നെ കിടക്കും. ഞാൻ ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഞാൻ കോർപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഞാൻ ചെയ്യുന്നതുമില്ല. അതാണ് എനിക്ക് യാതൊരു വിഷയമില്ല. ഇതിവിടെ തന്നെ കിടക്കും ഈ വീഡിയോ എത്ര നാൾ കഴിഞ്ഞാലും. ചാനലിൽ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കും. പിന്നെ ഈ അതുൽ വ്ളോഗ്സിനെ കമൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും വീഡിയോ നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടുതലുള്ള നാടാണിത്. പക്ഷേ ഞാൻ രേണുസുതിക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിൽ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ പേര് വോട്ട് കൊടുത്തിരിക്കുന്നത് രേണുസുതിക്കാണ്. എന്തുകൊണ്ടായിരിക്കും? ഇവരൊക്കെ ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും? അവർ ഇപ്പോൾ ഈ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ, ക്രിമിനൽ മെൻറ്റാലിറ്റി ചിന്തിക്കുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് അത്രയും ശതമാനം ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്. അത് കേരളത്തിലുള്ളവരായിക്കോട്ടെ എവിടെ ഉള്ളവരായിക്കോട്ടെ, ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതലും നല്ല ആൾക്കാർ, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ആർക്ക് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ. ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അനീഷൊക്കെ നല്ല ഗെയിമറാണ്. ഷാനവാസിന് നല്ല ബോധവും ഉണ്ട്, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ. രേണുസുതി പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അത് മനസ്സിലായി വരുന്നതേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് ഇതൊന്നും അറിയത്തില്ല. നേരത്തെ കണ്ടു പരിചയം ഒന്നുമില്ല, എങ്ങനെ എന്തൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. അനുമോളിതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് ക്യൂട്ട്നെസ്സും വാരി എറിഞ്ഞ് നിൽക്കുകയാണ്. അതൊരു പൊയ്മുഖം എന്ന രീതിയിൽ എനിക്കിത് പറയാൻ പറ്റും. ബിഗ് ബോസിൻ്റെ കാര്യത്തിലാണ് സംസാരിക്കുന്നത്. ലാലേട്ടൻ എന്തായാലും പൊളിയാണ്. പിന്നെ ഓരോ ഗെയിമർ, അത് ബെന്നിയാന്ന് തോന്നുന്നില്ലേ പേര്, ബിന്നി, ശൈത്യ, അങ്ങനെ കുറച്ച് ആൾക്കാരും ശാരികയൊക്കെ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമറാവാൻ അവരെ കൊണ്ട് പറ്റും. നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗെയിമറാകാൻ പറ്റും.
ഈ ലൈവ് എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിലിപ്പോൾ ടി വി ഇല്ല. ഇപ്പോൾ ടി വിയിൽ തന്നെ യൂട്യൂബിലൊക്കെയാണ് ഞാൻ ലൈവ് കാണുന്നത്. ഹോട്ട്സ്റ്റാറിൽ ഞാൻ പോയി ലൈവ് കാണുമെങ്കിലും ശനി ഞായർ എപ്പിസോഡ് ടി വിയിൽ കാണാൻ പറ്റാത്തതുകൊണ്ട് ഫോണിൽ ഓരോരുത്തർക്ക് ഇടുമല്ലോ ലൈവ്, അങ്ങനെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ കണ്ട സമയത്ത് ഏതോ ഒരു ചാനലിൻ്റെ പേര് എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റിയില്ല. അവർ ഒരുപാട് പേര് ഈ ലൈവ് ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ അവരെ ഫോണിൽ ഇങ്ങനെ ലൈവ് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അവരുടെ ചാനലിൽ കൂടെ. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുക്കൻ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ രേണുസുതിയെ കുറ്റം പറയുന്നത് ഇങ്ങനെ അത് മാത്രം പറയാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ രേണുസുതി നല്ലോണം കളിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെ കൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറയും. രേണുസുതിയെ കണ്ടോ, അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന തെറ്റാണ്. എന്നുവെച്ചാൽ വീഡിയോ പുറത്തിറക്കി, വോട്ട് ചോദിച്ച് വീഡിയോ പുറത്തിറക്കി തെറ്റാണ്. ലാലേട്ടൻ വന്ന് പറഞ്ഞത് കേട്ടില്ലേ. പക്ഷേ അവിടെ ജിസേലിന് വഴക്ക് പറയുന്നുണ്ട്, അത് പുള്ളിക്കാരന് പറയാൻ വയ്യ. അതുപോലെ ഓരോരുത്തരും ലാലേട്ടൻ വഴക്ക് പറയുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, തെറ്റ് ചൂണ്ടിക്കാണി, അതൊന്നും ആർക്കും പറയാൻ വയ്യ. ഉടനെ അവൻ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടുകൊണ്ടിരിക്കുന്നവർ. രേണുസുതി കണ്ടോ, ഞാൻ പറഞ്ഞു അവൾ തെറ്റുകാരിയാണ്, തെറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഹിന്ദി ബിഗ് ബോസ് പോലും കാണാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. മലയാളം ബിഗ് ബോസിൽ അതിൻ്റെ റൂൾസ് ഉണ്ടെങ്കിലും ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാരും കൂടുതലും ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന സമയം നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഏതാണ് കാണുന്നത്, ഏത് വാർത്തയാണ് കാണുന്നത്, അത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അതാണ് സത്യം, കറക്റ്റ്, അത് തന്നെയാണ്. അത് വേറൊന്നുമില്ല. രേണുസുതി കരഞ്ഞ കുറ്റം, ഇരുന്ന കുറ്റം, പാടിയ കുറ്റം. ചിലർ വിമർശിക്കും, രേണുസുതിയുടെ ആയാലും ഒരു വീഡിയോ ആണ് വിമർശിക്കുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഒരു സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ചെയ്യും. കുറേ അതേ ആൾക്കാർ അങ്ങനെ തന്നെ. പക്ഷേ അതിലും ഇതൊന്നും നല്ലതൊന്നും കാണുന്നില്ല കേട്ടോ. അവർക്ക് ഈ വേണ്ടത് ഇങ്ങനെയുള്ളതാണ്. അല്ല, ഓരോ പാട്ടും ഡാൻസ് കളിക്കാൻ കാത്തിരിക്കണം. അതിൽ രേണുസുതി ഓരോരോ വെച്ചാൽ രേണുസുതിയെക്കുറിച്ച് നെഗറ്റീവ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കണം, രേണുസുതി അത്രത്തോളം നാണം കെടുത്തണം. അതുലിൻ്റെ അമ്മയ്ക്കോ അച്ഛനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലായാലേ വേദന. സ്വന്തം വീട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ആ വേദന മനസ്സിലാകത്തുള്ളൂ. വേറെ ആരുടെ വീട്ടിൽ നമുക്കത് വിഷയമാകത്തില്ല. അതുലിനെ പോലുള്ളവർ കാര്യമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്കൊക്കെ അത് വിഷമാവും, ഞാൻ വിഷമാകുന്ന കൂട്ടത്തിലുമാണ്. ഞാൻ പ്രതികരിക്കുന്ന കൂട്ടത്തിലുമാണ്. ആരിനി വന്നവനെ പൊങ്കലിട നോക്കിയാലും ഇങ്ങോട്ടൊന്നും ചിലവാകത്തില്ല. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. വന്നു കഴിഞ്ഞാൽ നേരിടാൻ ഞാൻ തയ്യാറാണ്, എന്ത് ഇഷ്യൂ ആയാലും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് PR വർക്കെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ PR വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് കൊടുക്കുക, വോട്ട് കൊടുക്കാതിരിക്കാം, സപ്പോർട്ട് ചെയ്തിരിക്കുക, ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഒരു വീടും ഒന്നുമില്ലാത്ത ആൾക്കാർ രക്ഷപ്പെടണം, അവർക്കൊക്കെ വീടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഒരു വീടില്ലാത്തവർക്കറിയാം വീടില്ലാത്തതിൻ്റെ വിഷമം, ഹസ്ബൻഡ് ഇല്ലാത്തവർക്കറിയാം. അങ്ങനെ കുറേ പേര് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് മരിച്ചാണ്, ഞാൻ വിധവയാണ്, ഞാൻ 2 പിള്ളേരെ വളർത്തുന്ന കഷ്ടപ്പെട്ടാണ്. പക്ഷേ രേണുസുതിയെ പോലല്ല, അങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, രേണുസുതിയെ പോലെ നിങ്ങളെന്തിനെ കമ്പയർ ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ രീതി ജീവിക്കും. നിങ്ങളുടെ സിറ്റുവേഷൻ സാഹചര്യങ്ങളായിരിക്കത്തില്ല അവിടെ അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ പോരെ? നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തിനാണ് മറ്റൊരു സ്ത്രീ വന്ന് കുറ്റം പറയുന്നത്? ആണുങ്ങൾ കുറ്റം പറയുമ്പോൾ അത് നമുക്ക് അവരുടെ ഇതാന്ന് പറയും. പക്ഷേ വേറെ പെണ്ണെ വന്ന് കുറ്റം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്, അവനവൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കണം. നാളെ എന്ത് മാറും അറിയും, ഒന്നും ഉറപ്പില്ല. എന്തിനാണ് ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ പുഴുക്കളെപ്പോൾ ഇങ്ങനെ കുത്തി ഇരിക്കുന്നത്? കുറച്ചെങ്കിലും നാണമനം വേണ്ടേ? നാണമനം ഇല്ലാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതലും കമൻറ്റ് കണ്ടപ്പം കുറേ ആണുങ്ങളുണ്ട്, കുറേ പെണ്ണുങ്ങളുണ്ട്. അവരവരുടെ വീട്ടിലെ കാര്യം തിരക്കാതെ, അവിടുത്തെ കുറ്റങ്ങളും പരിഹാരങ്ങളൊക്കെ കാണാതെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നാട്ടുകാർ എന്ത് നെഗറ്റീവ് കിട്ടുന്നു ഇങ്ങനെ അത് കിട്ടിയിട്ടാണ് അവർക്കൊന്ന് കിടന്നുറങ്ങാൻ, കഴിക്കാൻ, ചിരിക്കാൻ. അതിൻ്റെയൊക്കെ ഡാൻസ് സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, അതിൻ്റെയൊക്കെ ഡാൻസ് ചിരിക്കാനുള്ള വഴി എന്തായാലും. ചിരിക്കാൻ മാത്രമല്ല, അതെല്ലാം ഇങ്ങനെ കുത്തിയുള്ള പരിപാടികൾ മൊത്തം ചെയ്യുന്നത്. ഇപ്പം അതിൽ വിചാരിക്കും ഞാനങ്ങ് ഫേമസായി, അതിലങ്ങ് ഫേമസായി. ഒന്നുമില്ല, വെറും വൃത്തികെട്ട നീചമായ രീതിയിൽ ക്രിമിനൽ മൈൻഡോടുകൂടി വീഡിയോ ചെയ്ത് വൈറലായി നിൽക്കുന്ന ആൾക്കാരുടെ വെറും നാട്ടുകാർ എന്ന് വേണമെങ്കിലും താഴിടും. സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തി നിന്നെ താഴിടാം. അധിക സമയമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ നോക്കണം. ദൈവം എന്ന് പറയുന്ന ഒരാൾ മേളിലുണ്ട്. അത് ആലോചിക്കുക. നമ്മൾ അറിയാതെ തെറ്റുകളൊക്കെ ദൈവം ക്ഷമിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത് വീണ്ടും ആ തെറ്റിലോട്ട് പോയി പോകുമ്പോൾ ദൈവം നമുക്ക് ലാസ്റ്റ് അവസാനം ഒരു 8ൻ്റെ പണിയും തരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും. അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിയും. കുറ്റബോധം വന്നിട്ടും കാര്യമില്ല, പണി കിട്ടുന്നതെല്ലാം കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.